ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 Hallmark സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റൻസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ചിതറ മഞ്ഞപ്പാറയിൽ LDF BJP സംഘർഷം. LDF സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം.
പുനലൂർ നഗരസഭയിൽ മത്സരരംഗം സജീവമായി. മത്സരരംഗത്തുള്ളത് 108 സ്ഥാനാർത്ഥികൾ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ തേക്കിൻകൂപ്പ് വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കള്ളപ്രചരണം നടത്തി വോട്ട് തേടുകയാണെന്ന് LDF. വാർത്തകൾ വിശദമായി. ചിതറ മഞ്ഞപ്പാറയിൽ LDF RSS സംഘർഷം. LDF സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. കഴിഞ്ഞ ദിവസം രാത്രി LDF സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം. LDF സ്ഥാനാർത്ഥികളായ ചിതറ വാർഡിലെ B ഗോപകുമാർ, വേങ്കോട് വാർഡിലെ കണ്ണൻകോട് സുധാകരൻ എന്നിവരുടെ ബോർഡുകളാണ് നശിപ്പിച്ചത്. ഇതിന് പിന്നിൽ RSS BJP പ്രവർത്തകരാണെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം കരകുളം ബാബു ആരോപിച്ചു. മഞ്ഞപ്പാറ പ്രദേശങ്ങളിൽ, കൊച്ചാലുമൂട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരു സംഘർഷം സൃഷ്ടിക്കുന്നതിനുള്ള പരിശ്രമം RSSന്റെയും BJPയുടെയും ഭാഗത്ത് നിന്ന് ഏറെ നാളായി നടന്നു വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സന്ദർഭത്തിൽ RSSന്റെ എല്ലാ ക്രിമിനലുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും ആക്രമിക്കുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചാലുമൂട് മേഖലയിൽ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ബോർഡുകൾ നശിപ്പിക്കുകയും പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു. LDF പ്രവർത്തകനായ റിയാസിന് അക്രമത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റ റിയാസിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർഡിൽ സ്വതന്ത്രമായി മത്സരിക്കുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ CPI അംഗവുമായിരുന്ന പേഴുമൂട് സണ്ണിക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്നും കരകുളം ബാബു ആരോപിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന സണ്ണിയുടെ ഒരു ഇടപെടലും ഗൂഢ പരിശ്രമവും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സണ്ണിയും ഈ പറയുന്ന BJPയും RSSും ഒരു ക്രിമിനൽ സംഘവും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നാളുകളായി RSS പ്രവർത്തകർ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ്. ഇനിയും ഇത്തരം നടപടികൾ തുടർന്നാൽ CPMന്റെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. കടയ്ക്കൽ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ചിത്രശലഭത്തിന്റെ പ്യൂപ്പ കൗതുക കാഴ്ചയായി. കല്ലറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ കോമ്പൗണ്ടിലെ ചെടിയുടെ ഇലയുടെ അടിത്തട്ടിലാണ് പ്രത്യേക ഇനത്തിൽപ്പെട്ട പ്യൂപ്പയെ കണ്ടെത്തിയത്. ചിത്രശലഭമാകുവാൻ ചെടിയിൽ കണ്ട പ്യൂപ്പ കാഴ്ചക്കാരിൽ ഭീതിയും കൗതുകവും ഉയർത്തുന്നു. ഏതോ ഒരു ഭീകരജീവിയുടെ മുഖം പോലെയാണ് പ്യൂപ്പ കാണപ്പെടുന്നത്. ആഴ്ചകൾക്ക് മുമ്പാണ് കല്ലറയിലെ ഒരു സ്വകാര്യ ആശുപത്രി വളപ്പിലെ ചെടികൾക്കിടയിൽ നിന്നും കല്ലറ ആൽഫ മൻസിലിൽ അജ്മലിന് പ്യൂപ്പ ലഭിക്കുന്നത്. തുടർന്ന് ഇതിനെ ഇലയോടെ തന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയായിരുന്നു. ഞായറാഴ്ച ഇതിന്റെ രൂപത്തിൽ മാറ്റം വന്നു. കണ്ണുകൾ വലുതാവുകയും പല്ലുകൾ പോലെയുള്ള ഭാഗങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്തു. രൂപമാറ്റത്തിൽ വ്യത്യാസം വന്നതോടെ വിവരം ലൈവ് വാർത്തയെ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകർ അജ്മലിന്റെ വീട്ടിൽ എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾ മുമ്പ് ഈ രൂപം പൊട്ടി അതിനുള്ളിൽ നിന്നും ഒരു ചിത്രശലഭം പുറത്തു വന്നു. വിവിധ വർണ്ണങ്ങളോടുകൂടിയ ചിത്രശലഭത്തെ കണ്ടതോടെയാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആശങ്ക മാറിയത്. വിഷ്ണു ശിവദാസ്, ലൈവ് വാർത്ത, കടയ്ക്കൽ. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനാപുരം മുതൽ പുനലൂർ വരെയുള്ള ഭാഗത്ത് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുക്കുന്നില്ല. പ്രതിഷേധം വ്യാപകമാവുകയാണ്. പുനലൂർ മൂവാറ്റുപുഴ പ്രധാന പാതയിൽ പത്തനാപുരം മുതൽ പുനലൂർ വരെ തകർന്ന് അപകടം വരുത്തുന്ന സ്ഥിതിയിൽ വൻ കുഴികൾ രൂപപ്പെട്ടിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയിലേക്കുള്ള പ്രധാന പാത കൂടിയാണിത്. ശബരിമല സീസൺ വരുമ്പോൾ മാത്രമാണ് തിടുക്കത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താറുള്ളത്. ശബരിമല സീസൺ ആകുമ്പോൾ മാത്രം ചെറിയൊരു മെയിൻ്റനൻസ് പണി നടത്തി പോകുന്നതല്ലാതെ സ്ഥിരമായിട്ട് ഇതിങ്ങനെ കേടായി കിടക്കുക. ദൈനംദിനം എൻ്റെ കടയുടെ മുന്നിൽ തന്നെ ഇവിടെ എത്ര ആൾക്കാർ ഈ അടുത്ത സമയത്ത് തന്നെ കൊച്ചുകുട്ടികളുമായിട്ട് 2 വണ്ടി വന്ന് ബൈക്ക് മറിഞ്ഞു വീണ് പോയി. കല്ലുംകടവും നടക്കുന്ന പിറവന്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡിൽ വലിയ കുഴികളുണ്ടായി. ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്ന നിയമം നിലവിൽ വന്നെങ്കിലും റോഡിന്റെ പ്രവൃത്തികൾ നടത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുതന്നെ വന്നാലും ശബരിമല സീസൺ തുടങ്ങുമ്പോഴേക്കും അറ്റകുറ്റപ്പണികളും ടാറിംഗും നടത്തുമെന്ന തീരുമാനത്തിലാണ് അധികൃതർ. റോഡിൽ വലിയ കുഴികൾ ഉണ്ടാകുമ്പോൾ കോറി വേസ്റ്റ് കൊണ്ടിട്ട് കുഴികൾ അടയ്ക്കാൻ കരാർ നൽകുകയാണ് അധികൃതർ. ഇതിന്റെ പേരിലും വൻ തുക ബില്ല് മാറുന്നതായി ആശയമുണ്ട്. മഴ പെയ്യുമ്പോൾ പാറക്കോറി വേസ്റ്റ് ഒലിച്ചുപോയി കുഴികൾ പഴയ സ്ഥിതിയിലാകുന്നുണ്ട്. കോറി വേസ്റ്റും ഇതും മാത്രം കൊണ്ടുവന്നിട്ട് റെഡിയാക്കിയിട്ട് അങ്ങ് പോകും. പിന്നെ വീണ്ടും മഴ വന്ന് വെള്ളം വന്ന് എല്ലാം കൂടെ ഒലിച്ചു പോകും. ബൈക്കിനകത്ത് കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട് വരുമ്പോൾ പല വെട്ടവും വീഴാനും എല്ലാം പല അപകടവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ പരാതി എഞ്ചിനീയറൊക്കെ മറ്റു രാഷ്ട്രീയക്കാരൊക്കെ പരാതി പറയുമെങ്കിൽ പോലും ആ സമയത്ത് ഇറങ്ങി കുറച്ച് കോറി വേസ്റ്റ് കൊണ്ടുവന്ന് മണ്ടക്കിട്ടിട്ട് പോകും. അത് മഴ പെയ്യുമ്പോൾ അത് ഒലിച്ചു പോകും.
റോഡ് ടാക്സ് ഇനത്തിൽ വാഹന ഉടമകളിൽ നിന്നും വൻ തുക വാങ്ങുമ്പോൾ വാഹനയാത്രക്കാർക്ക് വേണ്ട രീതിയിൽ റോഡ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ദേശീയ നിലവാരത്തിൽ ഗ്യാരണ്ടിയോടെ റോഡ് നിർമ്മിച്ചാൽ പലതവണ കരാർ നൽകുന്നതിലൂടെ ലഭിക്കുന്ന കോഴ കൊണ്ട് കീശ വീർപ്പിക്കാനാകാത്തതാണ് ഇത്തരത്തിൽ കരാർ നൽകുവാൻ അധികൃതരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയിൽ മത്സരരംഗം സജീവമായി. മത്സരരംഗത്തുള്ളത് 108 സ്ഥാനാർത്ഥികൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പുനലൂർ നഗരസഭയിൽ മത്സരചിത്രം തെളിയുമ്പോൾ 108 സ്ഥാനാർത്ഥികൾ രംഗത്ത്. UDF, LDF, BJP സ്ഥാനാർത്ഥികൾക്ക് പുറമെ ചില വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. ആരംപുന്ന വാർഡിൽ സുവർണ മോഹൻ കോൺഗ്രസ്, B സുജാത CPI, ഇന്ദിരാകുമാരി BJP, രേണുക ശശാങ്കൻ സ്വതന്ത്രൻ, കാഞ്ഞിരമല R വിനയൻ CPM, ഷിബു തങ്കച്ചൻ കോൺഗ്രസ്, ചാലക്കോട് അബ്ദുൾ റഹീം കോൺഗ്രസ്, S അൻവർ CPM, E ഷാജി സ്വതന്ത്രൻ, പേപ്പർമിൽ ആമിന കോൺഗ്രസ്, അംജദ് ബിനു CPI, നെഹർനിസ സ്വതന്ത്ര, നെടുങ്കയം സാബു അലക്സ് കോൺഗ്രസ്, അഡ്വക്കേറ്റ് F കാസ്ലസ് ജൂനിയർ CPI, ശാസ്താംകോണം നെൽസൺ സെബാസ്റ്റ്യൻ കോൺഗ്രസ്, R ഗുരുദാസ് CPM, ബിനു BJP, R അജയൻ സ്വതന്ത്രൻ, മുസാവരി വിളയൽ സഫീർ കോൺഗ്രസ്, A നസറുദ്ദീൻ CPM, നേതാജി ബീന ശാമുവൽ കോൺഗ്രസ്, സുശീല രാധാകൃഷ്ണൻ CPM, ശോഭനകുമാരി BJP, ഭരണിക്കാവ് സിന്ധു V കോൺഗ്രസ്, റാണി മോഹൻരാജ് CPI, ദിവ്യ R BJP, നെല്ലിപ്പള്ളി അഡ്വക്കേറ്റ് P ജെറോം കോൺഗ്രസ്, ഗ്രേസി ജോൺ CPI, രാജി BJP, വിളക്കുവട്ടം P വർഗീസ് കോൺഗ്രസ്, സുഭാഷ് ചിന്നാഥ് CPM, ഗിരീഷ് കുമാർ BJP, കല്ലാർ എബ്രഹാം മാത്യു കേരള കോൺഗ്രസ് M, V ഓമനക്കുട്ടൻ CPM, മനോജ് BJP, ഹൈസ്കൂൾ ഷിബില അയൂബ് RSP, സബീന സുധീർ CPI, പുഷ്പകുമാരി BJP, തുമ്പോട് സഞ്ജു ബുഖാരി കോൺഗ്രസ്, അഡ്വക്കേറ്റ് SM ഖലീൽ CPM, ബിനു BJP, കലയനാട് അബ്ദുൾ ലത്തീഫ് CPM, N സുന്ദരേശൻ കോൺഗ്രസ്, കൊഴിച്ചയൻ സുനിൽ സ്വതന്ത്രൻ, വാളക്കോട് താജുനിസ കോൺഗ്രസ്, അസിന ബീബി NCP, രതി BJP, ആമിനത്ത് സാദിഖ് സ്വതന്ത്ര, കാരക്കാട് നാദിറ ജലീൽ മുസ്ലിം ലീഗ്, പ്രസന്ന CPM, താമരപ്പള്ളി യമന സുന്ദരേശൻ കോൺഗ്രസ്, ബിന്ദു സന്തോഷ് CPM, പ്ലാച്ചേരി സനൽകുമാർ കോൺഗ്രസ്, D ദിനേശൻ CPM, B പ്രസന്ന BJP, മൈലക്കൽ ഷേർലി പ്രദീപ് കോൺഗ്രസ്, രാജരശ്മി CPI, റജി BJP, ഗ്രേസിംഗ് ബ്ലോക്ക് അംബിക RSP, സുനിത CPM, ലേഖ BJP സ്വതന്ത്ര, കക്കോട് ജാൻസി കേരള കോൺഗ്രസ്, സിന്ധു CPM, ശ്യാമ BJP, ഐക്കരകോണം നിർമ്മൽ UDF സ്വതന്ത്രൻ, S സുബിരാജ് CPM, സുരേഷ് ബാബു BJP, കേളങ്കാവ് K കനകമ്മ കോൺഗ്രസ്, K രാമചന്ദ്രൻപിള്ള CPI, അജികുമാർ BJP, ശ്യാം വിവേകാനന്ദ് സ്വതന്ത്രൻ, അഷ്ടമംഗലം S ശ്രീകുമാരി കോൺഗ്രസ്, K പ്രഭ CPI, MR മഞ്ജു BJP, മണിയാർ സുദർശന ശശി കോൺഗ്രസ്, സിന്ധു CPM, ശ്രീലത BJP, പരവട്ടം ടിൻഡു R തങ്കം കോൺഗ്രസ്, സുജ ഷാജി CPM, അമ്പിളി BJP, തൊളിക്കോട് K ജയചന്ദ്രൻ കോൺഗ്രസ്, K രാജശേഖരൻ CPI, വിജയൻ BJP, പവർ ഹൌസ് G ജയപ്രകാശ് കോൺഗ്രസ്, V മധുകുമാർ CPI, ജയകുമാർ BJP, കോമളംകുന്ന് MA രാജഗോപാൽ CPM, S രജിരാജ് കോൺഗ്രസ്, ഗുണശേഖരൻ BJP, കോളേജ് V അജിത കോൺഗ്രസ്, T ഇന്ദുലേഖ CPM, ദീപ്തി BJP, കലങ്കുമുകൾ സരസ്വതി രാജശേഖരൻ കോൺഗ്രസ്, സിന്ധു ഗോപകുമാർ CPM, രമ രാജു സ്വതന്ത്ര, ടൗൺ സുരേന്ദ്രനാഥ തിലകൻ കോൺഗ്രസ്, R രാമൻകുട്ടി CPM, N അജയകുമാർ BJP, KN പളനി കോൺഗ്രസ് റിബൽ, ചെമ്മന്തൂർ സാറാമ തോമസ് കോൺഗ്രസ്, സബീന സലീം കേരള കോൺഗ്രസ് B, പത്തേക്കർ ലൈല വർഗീസ് കോൺഗ്രസ്, ലളിതമ്മ കേരള കോൺഗ്രസ് B എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപരേഖ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും രാജിവെച്ചവർ CPIയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഡെന്നി വർഗീസിന്റെ നേതൃത്വത്തിലാണ് നിരവധി പ്രവർത്തകർ CPIയിൽ ചേർന്നത്. കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും അവഗണിച്ചുകൊണ്ട് പാർട്ടിയുമായി ബന്ധമില്ലാത്തവർക്ക് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ രാജിവെക്കുന്നതെന്ന് അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം, അതിൽ ഞങ്ങൾക്ക് ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ ഒരു UDFന്റെ കഴിഞ്ഞ 5 വർഷക്കാലം കൺവീനറായി പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ വളരെ വേദനാജനകമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. യാതൊരു വിധമായ ബന്ധവുമില്ലാത്ത ഒരു വനിതയെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയായി. കല്ലിങ്കട വാർഡിലെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചപ്പോൾ ആ നിലവിൽ 5 വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറോട് പോലും
യാതൊരു വിധമായ കൂടിയാലോചന നടത്താതെ ആ വാർഡിലൊന്നും ഇല്ലാത്ത വെളിയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി ഏകപക്ഷീയം പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി, UDF കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഡെന്നി വർഗീസ് സഹപ്രവർത്തകർക്കൊപ്പം CPIയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MU ഹണി, വിജയാനന്ദൻ, കൊച്ചുമോൻ എന്നിവരും CPI നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗുഡ്. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. 2ാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. 3ാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. 4ാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. 5ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 6ാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475 235545. ഓദർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422.
9744674066. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഓൺലൈൻ ഏജൻസി പോർട്ടൽ ഓഫീസ് കുന്നിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് രംഗത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഓൺലൈൻ ഏജൻസി പോർട്ടൽ ഓഫീസ് കുന്നിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. യുണൈറ്റഡ് ഇന്ത്യ സീനിയർ ബ്രാഞ്ച് മാനേജർ ജിജിമോൻ ബി അലക്സ്, യൂണിറ്റ് മാനേജർ എം ജോയി, ഉളക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ അജികുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് വിനോദ്, സി സജീവൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റഹീംകുട്ടി, APPM VHSS മാനേജർ ആർ പത്മഗിരീഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MI എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. വാഹന ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, വീടിനും കടകൾക്കുമുള്ള ഇൻഷുറൻസ്, മറ്റ് ഇൻഷുറൻസ് സേവനങ്ങൾ എന്നിവ ഇവിടെ നിന്നും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ തേക്കിൻകൂപ്പ് വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി LDF രംഗത്ത്. കള്ളപ്രചരണം നടത്തിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ട് തേടുന്നതെന്നാണ് LDFന്റെ ആരോപണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് A ജോസഫ് ഇവിടെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന് കണ്ടപ്പം ചില കള്ളപ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് UDFന്റെയും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ സുമേഷിൻ്റെയും കള്ളപ്രചരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് കാണുകയുണ്ടായ സുമേഷ് നമ്മുടെ തേക്കൻകൂപ്പ് വാർഡിൽ വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് അദ്ദേഹം പറയുന്നത് വെയിറ്റിംഗ് ഷെഡിൻ്റെ കാര്യമാണ്. ഈ വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്നത് 1970-72 കാലത്ത് നമ്മുടെ SNDPയുടെ ശാഖാമന്ദിരം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെറിയൊരു ഓല ഷെഡ്, വെയിറ്റിംഗ് ഷെഡ് അവിടെ ഈ മാസം തോറുമുള്ള വായനയൊക്കെ നടത്താൻ വേണ്ടി നിർമ്മിച്ചിരുന്നു. അത് പിന്നീട് പുതുക്കി പണിയാതെ ഇങ്ങനെ ഇട്ടിരുന്ന് അതിപ്പോൾ ശാഖാ കമ്മിറ്റി എല്ലാം കൂടെ കൂടി പുതുക്കി പണിയണമെന്നിരുന്നു. അപ്പോൾ ഈ സുമേഷ് വന്ന് പറഞ്ഞ് നമുക്കെല്ലാം കൂടി പണിയാമെന്ന് പറയുകയും അങ്ങനെ ഈ നാട്ടിലാകമാനം നടന്ന് ആളുകളുടെ കയ്യിൽ നിന്നെല്ലാം സമ്പത്ത് പിരിക്കുകയും അങ്ങനെ വെയിറ്റിംഗ് ഷെഡിൻ്റെ പണി അത്രയും അങ്ങനെ വാർത്തിട്ടതിന് ശേഷം ഒരു പ്രചരണം അങ്ങ് നടത്തി. എൻ്റെ സ്വന്തം നിലയിൽ ഞാൻ പൈസ കൊണ്ട് എൻ്റെ സ്വന്തം ചിലവിലാണ് ഈ വെയിറ്റിംഗ് ഷെഡ് പണിതത്, അതുകൊണ്ട് നമുക്കിത് MPയെ കൊണ്ടുവന്നൊരു ഉദ്ഘാടനമൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങളെല്ലാം കൂടി ശാഖാ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞ് അങ്ങനെ സുമേഷിൻ്റെ സ്വന്തം ചിലവിലല്ല ഇത് നടത്തിയത്, സുമേഷ് നാട്ടുകാരുടെ കയ്യിൽ നിന്നെല്ലാം പൈസ പിരിച്ചിട്ടാണ് ഈ വെയിറ്റിംഗ് ഷെഡ് പണിതത്, അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളിലൊക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹം ഒരു ബോർഡും ഒക്കെ തയ്യാറാക്കി അവിടെ കൊണ്ടുവന്ന് ആർ സുമേഷ് സ്വന്തം ചെലവിൽ നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ശാഖാ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞത് ശരിയല്ല, നിങ്ങളുടെ സ്വന്തം ചെലവിലല്ല, നിങ്ങൾ എത്ര രൂപ പിരിച്ചു, ഇത്ര രൂപ ഇതിന് ചിലവായി, ആ ചിലവായതിൻ്റെ ബാക്കി കണക്ക് ഇവിടെ വെക്കണമെന്ന് പറയുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേര് അവിടെ വെക്കാനൊക്കത്തില്ലെന്ന് നമ്മൾ തീരുമാനമെടുക്കുകയും അങ്ങനെയാണ് ആർ ശങ്കർ മെമ്മോറിയൽ വെയിറ്റിംഗ് ഷെഡ് എന്ന നിലയിൽ ഇടം 34 ശാഖയോട് ചേർന്നുള്ള ആ വെയിറ്റിംഗ് ഷെഡ് കാണുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹം കൊണ്ടുവന്നതാണ് ഈ അംഗൻവാടി കെട്ടിടം എന്ന് പറയുന്നത്. അംഗൻവാടി കെട്ടിടം എന്ന് പറയുന്നത് തുണ്ടുവള സതീശൻ എന്ന് പറയുന്ന ഒരു മുതലാളി, കടയ്ക്കലോ മറ്റോ ആണെന്ന് തോന്നുന്ന അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെ 40 ഏക്കറുണ്ട് മൊത്തം വസ്തു. ആ 40 ഏക്കറിനകത്ത് 25 ഏക്കർ മാത്രമേ ഉള്ളൂ പതുവുള്ളത്, ബാക്കി 15 ഏക്കറോളം പുതുവലയാണ്. അപ്പോൾ ഇദ്ദേഹം പോയി കണ്ടിട്ട് പറഞ്ഞ് ഈ 15 ഏക്കർ വസ്തു ഞാൻ പതിപ്പിച്ച് തരാം, ഒരു കാര്യം ചെയ്തതിനകത്ത് എനിക്ക് കുറേ സാമ്പത്തിക ചെലവുകളെല്ലാം വരും, അതിന് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഞാൻ പതിപ്പിച്ച് തരാമെന്ന് പറയുകയും അതിനൊക്കെ ഈ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് 3 സെന്റ് വസ്തു ആദ്യമേ എഴുതി അംഗൻവാടി കെട്ടിടത്തിന് വേണ്ടി മാറ്റിവെക്കുകയും അതിന്റെ പേരിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു അംഗൻവാടി കെട്ടിടം അവിടെ പണിതു. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ 15 ഏക്കർ പതിപ്പിക്കാനെ കൊണ്ടുവന്നത്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ഇടപെട്ട് 15 ഏക്കർ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് വസ്തു, 1 സെന്റ് വസ്തു പോലും ഇല്ലാത്ത, 1 സെന്റ് കിടക്കാടോ ഭൂമിയോ ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ, 100 കണക്കിന് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ 10-15 ഏക്കർ വസ്തുവോടുണ്ട്. ഈ വസ്തു ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഈ ആളുകൾക്ക് ഭൂമിയില്ലാത്തവർക്ക് പതിച്ചു കൊടുക്കണം, അങ്ങനെ ഒരു വ്യക്തിക്ക് പതിച്ചെടുക്കാൻ കഴിയത്തില്ലെന്ന നിലപാടെടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വേണ്ടപ്പെട്ട ഗവൺമെന്റിൽ അതിന്റെ ശ്രദ്ധ ചെലുത്തുകയൊക്കെ ചെയ്ത് ഗവൺമെന്റ് മിച്ചഭൂമി എന്ന നിലയിൽ അത് കണ്ടെത്തണമെന്ന് തീരുമാനമെടുക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അതില്ലാതെ. അപ്പൊ ഇപ്പൊ അദ്ദേഹം പ്രചരണം നടത്തുന്നത് എന്താ, എന്റെ സ്വന്തം കഴിവുകൊണ്ട് ഈ തുണ്ടോള സതീശനെ കണ്ട് ഞാൻ 3 സെന്റ് വസ്തു മേടിച്ച് അംഗൻവാടിക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഇത് വസ്തുത ഇതായെന്നിരിക്കുകയാണ് ഇങ്ങനെ കള്ള പ്രചരണം നടത്തുന്നത്.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറയിൽ BJP പിന്തുണയോടെ മത്സരിക്കുന്ന SNDP സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. SNDP ശാഖാ സെക്രട്ടറി കൂടിയായ രഘുനാഥിന്റെ ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വേങ്കോട്ട് വാർഡിൽ മത്സരിക്കുന്ന SNDP ശാഖാ സെക്രട്ടറി രഘുനാഥിന്റെ ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത്. മഞ്ഞപ്പാറ, കൊച്ചാലുമൂട്, വേങ്കോട് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ പൂർണ്ണമായും നശിപ്പിച്ചു. പരാജയഭീതിയുള്ള ഇടതുപക്ഷത്തിന് സംഭവവുമായി ബന്ധമുണ്ടെന്ന് രഘുനാഥൻ ആരോപിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടുത്തെ ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിൽ ഉദ്ദേശിക്കുന്നത് ഈ ഞാൻ ജയിക്കും എന്ന ഒരു വിശ്വാസം അവർക്കുള്ളതുകൊണ്ട് അവർ ഏതു വിധേനയും ഞങ്ങളുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുക, ഞങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. വ്യാപകമായ ബോർഡുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ എന്നിവ നശിപ്പിച്ചത് തന്റെ ഇലക്ഷൻ പ്രചരണത്തിനെ ബാധിക്കുന്നുവെന്നും രഘുനാഥൻ പറഞ്ഞു. ഇപ്രകാരം പോവുകയാണെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനം നമുക്ക് എന്റെ SNDP ശാഖയിലുള്ള സെക്രട്ടറി എന്ന നിലയ്ക്കും ഈ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കും എന്റെ പ്രവർത്തനത്തിന് വളരെയധികം വിഘ്നങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധർ. പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശമാണ് ഇതിന് പിന്നിലെന്നും രഘുനാഥൻ ആരോപിച്ചു. സംഘർഷപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഈ സാമൂഹ്യ വിരുദ്ധരുടെ നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പത്തനാപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം CR നജീബ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് 19 ആളുകളാണ് 3 ദിവസങ്ങളിലായി നമുക്ക് UDFന്റെ ഐക്യ ജനാധിപത്യങ്ങളുടെ കൺവെൻഷൻ നടക്കണം. അങ്ങനെ വാർഡ് തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാകണം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ചെയർമാൻ വേണം, വൈസ് ചെയർമാൻമാർ വേണം, ജനറൽ കൺവീനർമാർ വേണം, ട്രഷറർ വേണം, കമ്മിറ്റി വേണം. അത്തരത്തിലാണ് ഫോമുകൾ വിതരണം ചെയ്യും. ഈ പറയുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ കമ്മിറ്റി എടുത്ത് പോയി അതിന് ഭാരവാഹികളുടെ ലിസ്റ്റ് അടിയന്തരമായി LDFന്റെ അധീനതയിലുള്ള ഗ്രാമപഞ്ചായത്തുകൾ വോട്ടിലൂടെ തിരിച്ചുപിടിക്കണമെന്നും 14 വർഷക്കാലം MLA ആയിരുന്ന KB ഗണേഷ് കുമാർ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചെമ്പനരുവി മുരളി അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ ബാബു മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി G രതികുമാർ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്, നേതാക്കളായ നാരായണൻ, JL നസീർ, അസീസ്, MA സലാം, ലതാ സി നായർ, ജില്ലാ പഞ്ചായത്ത് പത്തനാപുരം ഡിവിഷൻ സ്ഥാനാർത്ഥി ജെയിംസ് കക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് പത്തനാപുരം ഡിവിഷൻ സ്ഥാനാർത്ഥി പള്ളിത്തോപ്പിൽ ഷിബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് LDF കൺവെൻഷൻ വെട്ടിത്തിട്ട അപ്സര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K രാജഗോപാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മതവിശ്വാസം അവരവരുടെ കാര്യമാണ്. ഓരോ മനുഷ്യനുമുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല. അതാണ് മതേതരത്വത്തിന്റെ അടിസ്ഥാന തത്വം. രാഷ്ട്രീയം മതത്തിൽ ഇടപെടാൻ പാടില്ല. മതവിശ്വാസം ജനങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. മതസംഘടനകൾ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്, രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ല. രാഷ്ട്രീയത്തിൽ മതം ഇടപെടാൻ പാടില്ല. ഇത് ഈ രാജ്യം അംഗീകരിച്ച തത്വമാണ്. ഇതെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട്, ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഒരു സ്ഥിതി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ താൽക്കാലിക ലാഭം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത് പഴയ അനുഭവങ്ങളിൽ കുറച്ചൊക്കെ ശരിയാണ്. പക്ഷെ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെ ബഹുജനങ്ങളുടെ അനുഭവം അതല്ല. ചടങ്ങിൽ CPI മണ്ഡലം കമ്മിറ്റി അംഗം ഹസൻ കണ്ണ റാവുത്തർ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കൌൺസിൽ അംഗം H രാജീവൻ, CPM പത്തനാപുരം ഏരിയ സെക്രട്ടറി N ജഗദീശൻ, CPI മണ്ഡലം സെക്രട്ടറി ജിയാസുദ്ദീൻ, നേതാക്കളായ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, P വാസുദേവൻ പിള്ള, K ബാബു, K വാസുദേവൻ, R സോമരാജൻ, പുരുഷോത്തമൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി കറവൂർ L വർഗീസ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. പിറവന്തൂർ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നായി 100 കണക്കിന് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്,
പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 9947697697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 04752221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. ക്ലാസി സാനിറ്ററി വെയർസ്. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur. LDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കോൺഗ്രസ് BJP-യുമായി രഹസ്യ ധാരണയുണ്ടാക്കിയിരിക്കുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ പത്തനാപുരത്ത് LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് ആസന്നമായതോടെ BJP-യുടെ കൂടി വിജയത്തിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണെന്നും BJP വിജയം നേടിയാലും LDF വിജയിക്കരുത് എന്ന വാശിയിലാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യൻ ജനാധിപത്യം തന്നെ ഏറ്റവും ആപൽക്കരമായി നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. പണം ഉപയോഗിച്ച്, ജാതി ഉപയോഗിച്ച് പൊതുസമൂഹത്തിന്റെ ഐക്യം തകർത്ത് തൊഴിലാളികളെയും ഓരോ ജനവിഭാഗങ്ങളെയും ഭിന്നിപ്പിച്ച് രാജ്യം ശിഥിലമാകുന്ന RSS അജണ്ടയുടെ പിന്നിൽ താൽക്കാലിക ലാഭത്തിനു വേണ്ടി UDF നേതാക്കന്മാർ ഇന്ന് പരക്കം പായുന്നു എന്നതാണ് കേരളത്തിന്റെ ചിത്രം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയാണ് UDF-ഉം BJP-യും അവര് ഇളക്കി വിടുന്ന ചില സാമുദായിക സംഘടനകളുമൊക്കെ രംഗത്തിറങ്ങുന്നത് എന്ന കാര്യം നല്ലപോലെ ഓർക്കണം. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. സഫറുള്ള ഖാൻ അധ്യക്ഷത വഹിച്ചു. KB ഗണേഷ് കുമാർ MLA മുഖ്യ പ്രഭാഷണം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം M. മീരാപിള്ള, CPM ഏരിയ സെക്രട്ടറി N. ജഗദീശൻ, CPI മണ്ഡലം സെക്രട്ടറി M. ജിയാസുദ്ദീൻ,
ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, കേരള കോൺഗ്രസ് പി നേതാവ് കോട്ടാത്തല പ്രദീപ്, കോൺഗ്രസ് എസ് നേതാവ് ടി നവാസ്, NCP നേതാവ് ടി അയ്യൂബ് ഖാൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എച്ച് നജീബ് മുഹമ്മദ്, എസ് ഷാജി, വി ചെല്ലപ്പൻ നായർ, എം ഫാത്തിമ ഖാൻ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോർപ്പറേറ്റുകളുടെ ഭരണമാണ് കേന്ദ്രത്തിലും കേരളത്തിലും നടക്കുന്നതെന്ന് KB ഗണേഷ് കുമാർ MLA LDF കൺവെൻഷൻ പത്തനാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MLA. വർഗീയത ഭീഷണി സൃഷ്ടിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഗുരുദേവ ദർശനങ്ങളുടെ പ്രസക്തി രാഷ്ട്രീയ സമൂഹം ഏറെ ഗൗരവത്തോടെ കാണണമെന്നും ഗണേഷ് കുമാർ MLA പറഞ്ഞു. ജാതി ചോദിക്കരുത്, പറയരുത്. ഏതാണ് ജാതി എന്ന് ചോദിക്കാനും പാടില്ല, നമ്മൾ ഏത് ജാതി എന്ന് പറയാനും പാടില്ല. ഇന്ന് ഗുരുദേവൻ, മഹാഗുരുവായ ഗുരുദേവൻ കേരളത്തെയും ഭാരതത്തെയും പഠിപ്പിച്ചു. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുദേവനെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ജാതി ചോദിക്കുന്നതും പറയുന്നതും ജാതി ചിന്തകളും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഇല്ലാതാക്കും, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പാവങ്ങളെ പ്രവർത്തനത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനെ പോലെ മഹാഗുരുവിന്റെ വചനങ്ങൾ മാറ്റിക്കൊണ്ട് ജാതി ചോദിച്ചേച്ച് ജാതി നോക്കി വോട്ട് ചെയ്യണം എന്ന് പറയുന്നതാണോ കേൾക്കേണ്ടത്? അതാര് പറഞ്ഞാൽ അതാണോ കേൾക്കേണ്ടത്? ഗുരുദേവൻ പറഞ്ഞതാണോ കേൾക്കേണ്ടത് എന്ന് നമ്മൾ ശ്രീനാരായണയോട് ചോദിക്കാൻ നമുക്ക് ധൈര്യമുണ്ടാവണം. അതൊക്കെ ചോദിക്കണം, എന്താ തെറ്റല്ലോ? ഗുരുദേവൻ പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞു, ഗുരുദേവൻ പറയുന്നതാണോ കേൾക്കേണ്ടത്, വേറെ വല്ലവരും പറയുന്നതാണോ കേൾക്കേണ്ടത് എന്ന് നമ്മൾ ശ്രീനാരായണയോട് ചോദിക്കണം. അവർ ചിന്തിക്കണം, അവരെ ചിന്തിക്കാൻ അവസരം ഉണ്ടായിക്കൊള്ളണം. ജാതി നോക്കിയും ജാതി പറഞ്ഞും ജാതി തിരിച്ചും നിങ്ങളുടെ വോട്ടവകാശം ഉപയോഗിക്കാം, നിങ്ങൾക്ക് അവരെ സഹായിക്കാം എന്ന് പറയുന്നത് ഗുരുദേവ വചനങ്ങൾക്ക് അനുകൂലമാണോ എന്ന് മാത്രം ചോദിക്കും. വർഗീയതയും രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നതെന്നും പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇടതു സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിക്കണമെന്നും MLA പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം B അജയകുമാർ, കേരള കോൺഗ്രസ് B നിയോജക മണ്ഡലം പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ, M മീരാപിള്ള, K വാസുദേവൻ, തേമ്പാവൻമൂട്ടിൽ നവാസ്, M സഫറുള്ള ഖാൻ, M ഫാത്തിമ ഖാൻ, S സഫറുള്ള ഖാൻ, MT ബാബ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ S സജീഷ്, ദിവ്യ, റിയാസ് മുഹമ്മദ്, മിനി ഷാജഹാൻ, AB അൻസാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് S വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF തെന്മല പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K രാജു MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് ഉറുകുന്ന് അൽസല ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷൻ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കും അഴിമതിക്കും എതിരെയാണ് LDF ഈ തിരഞ്ഞെടുപ്പിൽ പോരാടേണ്ടത് എന്ന് K രാജു അഭിപ്രായപ്പെട്ടു. വിവിധ മതങ്ങളിൽ ജാതിയിൽപ്പെട്ടവർ ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നത്. എന്നാൽ ആ മതേതരത്വത്തെ തകർക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. എന്ത് ആഹാരം കഴിക്കണം, നമ്മുടെ പൗരന്മാർ എന്ത് ആഹാരം കഴിക്കണം എന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ലേ? നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയനുസരിച്ച് ഏത് മതത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമുണ്ട്. എല്ലാം കൊണ്ട് മാർഗനിർദ്ദേശത്തിന് വിദ്യാഭ്യാസ അവകാശം അടക്കം എല്ലാ അവകാശങ്ങളെയും സംബന്ധിച്ച് പറയുന്നുണ്ട്. അവരവർ എന്ത് ആഹാരം കഴിക്കണം എന്നതിനെ സംബന്ധിച്ച് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഭരണം, നിർദ്ദേശിക്കുന്ന ഒരു ഭരണം, അതല്ലേ നമ്മൾ അവസാനമായി കാണുന്നത്. ഏറ്റവും അവസാനം ഒരു ട്രക്ക് ഡ്രൈവറെ ഒരുപറ്റം വർഗീയവാദികൾ വളർന്നിട്ട് തള്ളിപ്പോന്നു. CPM തെന്മല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R ശ്രീനിവാസൻ അധ്യക്ഷനായി. ഇടമൺ ശശിധരൻ സ്വാഗതം പറഞ്ഞു. LDFന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി KR ഷീജ, ഇടമൺ തെന്മല ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ താഹിറ ഷെരീഫ്, ധന്യ രാജു എന്നിവരും തെന്മല പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ, LDF നേതാക്കളായ C അജയപ്രസാദ്, ജോർജ് മാത്യു തുടങ്ങിയവരും കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ കോൺഗ്രസ് റെബൽ സ്ഥാനാർത്ഥി ശക്തമായ പ്രചരണവുമായി രംഗത്ത്. INTUC കൊല്ലം ജില്ലാ സെക്രട്ടറിയായ B ഷാജഹാനാണ് മത്സരരംഗത്ത് സജീവമായത്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഇക്കുറി വ്യത്യസ്തമായ മത്സരമാണ് അരങ്ങേറുന്നത്. ഇടത് വലത് BJP മുന്നണികൾക്കൊപ്പം ശക്തമായ നിലയിൽ കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് കോൺഗ്രസിലെ മുൻ തലവൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും INTUC കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ B ഷാജഹാൻ മത്സരിക്കുന്നത്. B ഷാജഹാൻ എല്ലാ പ്രവർത്തനത്തിലും നല്ല ഒരാളാണ്.
ആരെപ്പോൾ ഏത് നിമിഷം വിളിച്ചാലും വരെയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും അഭിപ്രായം. ചെറിയവരെയും വലിയവരെ ഏത് കാര്യത്തിനും മുൻപന്തിൽ ഇറങ്ങി തിരിച്ച് രാത്രിയിലൊന്നുമില്ല പകലൊന്നുമില്ലാതെ ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഏത് കാര്യത്തിനും പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ആ സെക്കൻഡ് ഓടി അടുത്തെത്തും. അതിന്റെ പേര് ഇവിടുത്തെ ജനങ്ങളാണ് പുള്ളി നിർത്തിയേക്കുന്നത്. പുള്ളി വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും. പഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ബി ഷാജാൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ജയിക്കും. കോൺഗ്രസ് സീറ്റ് നൽകാത്തത് മാത്രമല്ല കോൺഗ്രസിലെ തിന്മകൾക്കെതിരെയാണ് താൻ മത്സരിക്കുന്നതെന്നാണ് ഷാജഹാൻ പറയുന്നത്. സീറ്റ് തരാത്തതാണ് മുഖ്യ കാരണം. സീറ്റ് തരാത്തതിന്റെ കാരണമെന്ന് പറയുന്നത് എന്റെ പ്രസ്ഥാനത്തിൽ ചില തിന്മകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ ആ തിന്മകൾക്കെതിരായി രഹസ്യമായും പരസ്യമായും ഞാൻ എതിർക്കുന്നുണ്ട്. ആ എതിർത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് സീറ്റ് തരാതിരുന്നത്. സീറ്റ് തരാത്ത ഒരു സാഹചര്യത്തിൽ ഈ നാട്ടിലെ ഈ വാർഡിലെ എന്നെ സ്നേഹിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന ഞാൻ എന്റെ പ്രവർത്തന പദം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത്. ഷാജഹാനെ കൂടാതെ ഇവിടെ മത്സരിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികൾ UDF-ലെ അബ്ദുൾ ജലീം, LDF ജെ സജീവ്, BJP അജേഷ് എന്നിവരുമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിതറ മഞ്ഞപ്പാറയിൽ LDF BJP സംഘർഷം. LDF സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം. പുനലൂർ നഗരസഭയിൽ മത്സരരംഗം സജീവമായി. മത്സരരംഗത്തുള്ളത് 108 സ്ഥാനാർത്ഥികൾ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ തേക്കിൻകൂപ്പ് വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കള്ളപ്രചരണം നടത്തി വോട്ട് തേടുകയാണെന്ന് LDF. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.